ഹായ് ഫ്രണ്ട്സ്, നമുക്ക് രാവിലെ ചപ്പാത്തിക്ക് ഉള്ളി തക്കാളിയും കൂടെ വഴറ്റി കറി വയ്ക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ കറി ഉണ്ടാക്കുകയാണ്. ഈ തക്കാളിക്ക് ഒരു 4 തക്കാളിക്ക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, സവാള. നമുക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. കണ്ട ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്നുണ്ട്. നമുക്കതിനകത്ത് കടുക് പൊട്ടട്ട് കടുക് പൊട്ടിക്കുന്നതിന് നമ്മൾ ഉള്ളി കറിഞ്ഞത് ചൂടില്ല. പെട്ടെന്ന് അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ടൊരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. തക്കാളിക്ക് ഉള്ളിയും കൂടെ വഴറ്റുക നല്ല ടേസ്റ്റാണ്. ഉള്ളിയൊന്നും വഴങ്ങാണ്. അത് ഉള്ളി ഒരുമാതിരി ഒന്നും വഴന്ന് നോക്കണം. നമ്മൾ അതിനകത്തോട്ട് തക്കാളിക്കാനും ഇതുണ്ടോ, നമ്മൾ തക്കാളിക്കായിട്ട് ഇതൊന്നിന് വഴന്ന് വരണം. ഇതിനകത്തിരിച്ച് മഞ്ഞൾപ്പൊടി ഇടണേ. നമുക്ക് പച്ചമുളകും കൂടെ 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നില്ലേ, അത് നമുക്ക് ഇട്ട് ഇളക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി എടുക്കാം. ഒരു ശർക്കര വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. കാരണം വെള്ളം നമ്മളങ്ങനെ ചേർക്കുന്നില്ല. ലാസ്റ്റ് വെള്ളം ചേർക്കണം, എന്നാലും ഇപ്പോൾ നമ്മൾ ഉടനെ വെള്ളം ചേർക്കത്തില്ല. ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വയ്ക്കാം. തക്കാളിക്ക് വഴന്ന് വരുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ മുളക് പൊടി ഇടും, പക്ഷേ ഇപ്പം ഇടത്തില്ല. ഇപ്പം ഇട്ടാൽ മൊത്തം കരിഞ്ഞു പോകും. മുളക് പൊടി കരിയും. ഇത് മൂക്കുന്നതനുസരിച്ച് മുളക് പൊടി കരിയും. നമ്മൾ ലാസ്റ്റ് ഇടത്തില്ല. അതിലേക്ക് നല്ലോണം വഴന്ന് വരട്ട്. ഇച്ചിരി ഉപ്പൂടെ നമുക്ക് നമ്മളതിനകത്ത് ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നെങ്കിൽ കറിക്കൊരു പാടില്ല. ഇത് വഴന്ന് നല്ലോണം വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് നല്ല അടിപൊളി. നമുക്ക് അതിനകത്ത് ഇച്ചിരി പെരുംജീരകവും കുരുമുളകും കൂടെ പൊടിച്ച് വിടാം. അതെല്ലാം ഇടാം. എനിക്ക് ലാസ്റ്റ് മുളക് പൊടി ഇടണം. ഇതൊന്ന് ഇളക്കുക. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന്, അല്ലാത്തവർക്ക് വേണ്ട. നമ്മൾ ചപ്പാത്തി സിമ്പിളായിട്ട് കറി വയ്ക്കുമല്ലോ, വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിക്കും, ഇത്തിരി ചാറായിട്ട്. ചപ്പാത്തി കഴിക്കുമ്പോൾ എല്ലാവർക്കും ചാറ് വേണം. കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് വഴന്ന് വേണം. നമ്മൾ അതിനകത്ത് ഇച്ചിരി പെരുംജീരകം കൂടെ അത് ഒഴിച്ച് കൊടുക്കണം. ആവശ്യപ്പെട്ട് മസാലപ്പൊടിയൊക്കെ ചേർക്കാം. ഞാനത് പെരുംജീരകമാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം നല്ലതായിട്ട് വഴന്ന്. ചപ്പാത്തിക്കൊരു സിമ്പിൾ കറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചപ്പാത്തിക്ക് നല്ല ദോശയ്ക്ക് അപ്പത്തിനും എല്ലാത്തിനും നല്ലതാണ്. ആവശ്യം മുളക് നമ്മൾ ചേർക്കത്തില്ല. അതിന് നല്ല ശരിയായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് 1 സ്പൂണ് മുളക് പൊടിയും കൂടി ഇടാം. 1-1.5 സ്പൂൺ എരിവനുസരിച്ച് ഇടാം. പിന്നെ പച്ചമുളക് ഇടുമ്പോൾ നോക്കിക്കണം, നല്ല എരിവാണെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. അങ്ങനെ മുളക് പൊടി നല്ലോണം വഴങ്ങാറ്. തന്നെ കണ്ടത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇല്ല, ഇത് ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലുമൊക്കെ കൂട്ടി ഇത് കഴിക്കാൻ അടിപൊളിയാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കിയതാണ്. തക്കാളിക്ക വഴറ്റിയതും ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയിട്ടില്ല, അതിലിരിക്കുക ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഇത് നന്നായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇളക്കുമ്പോൾ മുളക് വരും. അതിന് നമ്മൾ ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഈ ചപ്പാത്തിനെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർക്ക്, ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ കാണുന്നവരെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.